കൃഷ്ണദാസ് ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാവ്. കൃഷ്ണദാസ്, ഈ നടത്തം ഇങ്ങനെ പതിവാണോ? രാവിലത്തെ നടത്തം പതിവായിട്ടുള്ളതാണ്. അതിന് ആ നടത്തവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ന്യൂസ് 18 ഇങ്ങനെ ഒരു ഡ്രസ്സിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് വൈറ്റ് ആൻഡ് വൈറ്റ് ആണല്ലോ. എന്റെ രാവിലത്തെ നടത്തത്തില് ഇതേ ഡ്രസ്സാണ് എവിടെ ഉണ്ടാവുക. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ചാനലിന്റെ മുമ്പിൽ ഈ ഡ്രസ്സിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത് ന്യൂസ് 18 ആണ് എന്റെ ഈ പ്രഭാത സവാരി റിപ്പോർട്ട് ചെയ്തു. ഈ യാത്രകൾ തുടർച്ചയായിട്ടുണ്ടല്ലോ, എല്ലാ സംസ്ഥാനത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും പോകണം. അപ്പൊ എല്ലാ സമയത്തും ഈ നടത്തം ഉള്ളതാണോ? തീർച്ചയായും എനിക്ക് സൗകര്യപ്പെടുന്ന സമയത്തൊക്കെ എല്ലാ ദിവസവും നടക്കാൻ ശ്രമിക്കാറുണ്ട്. രാവിലെ യാത്ര ഇല്ലാത്ത സമയത്ത് നടത്തം എന്റെ ഒരു മസ്റ്റാണ്. അപ്പൊ അത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് അല്ലേ? ആരോഗ്യ സംരക്ഷണം പ്രധാനമാണല്ലോ. ശരീരമാദ്യം ഖലു ധർമ്മ സാധന. ധർമ്മം സംരക്ഷിക്കണമെങ്കിൽ ശരീരം വേണം. എന്തായാലും വലിയ സന്തോഷം ഇങ്ങനെ കണ്ടതിൽ. ഇത് വലിയ ഒരുപാടുകൾക്ക് പ്രചോദനമാകും. കാരണം നിങ്ങൾക്ക് ഈ സമയക്കുറവുള്ള ആളുകളും ഇതിനുവേണ്ടി ഇറങ്ങുന്നുള്ളത്. നമുക്കിനി രാഷ്ട്രീയത്തിലേക്ക് വരാം. നിലമ്പൂരിൽ അല്ലെ കുറച്ച് ദിവസമായുള്ള ചർച്ച ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടാണ്. ഇവിടെ മഴവിൽ സഖ്യമാണ് എന്ന MV ഗോവിന്ദന്റെ. അതായത് നമുക്കറിയാം PDP LDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങളിപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് സമസ്തയിലെ ഒരു വിഭാഗം UDFനെതിരാകുന്നു ഇത്തരം പിന്തുണകൾ വരുമ്പോൾ എന്നുള്ളതാണ്. എങ്ങനെയാണ് താങ്കൾ BJP ഇതിനെ കാണുന്നത്? അതായത് ഈ വളരെ അപകടകരമായിട്ടൊരു സാഹചര്യം ഇവിടെ നിലനിർത്തുക. കേരളം നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ മാത്രം ബാധിക്കുന്നതല്ല, കേരളത്തിന്റെ നാളത്തെ കേരളത്തെ, അതിന്റെ സാമുദായിക അന്തരീക്ഷത്തെ, നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ, സുരക്ഷിതത്തെ ബാധിക്കുന്ന ബാന്ധവത്തിലാണ് LDF UDF ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം തീവ്രവാദ സംഘടനകളെ, ഭീകരവാദ സംഘടനകളെ അവരുമായിട്ട് പരസ്യമായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സഖ്യം CPM ഉണ്ടാക്കിയിരിക്കുന്നു, അതുപോലെ കോൺഗ്രസും ഉണ്ടാക്കിയിരിക്കും. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടാണ് കോൺഗ്രസിന്റെ സഖ്യം. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മതരാഷ്ട്രവാദമാണ് അവരുടെ അടിസ്ഥാന മുദ്രാവാക്യം. അത് ആ മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്ന, അത് ആത്യന്തികമായി ലക്ഷ്യമായി കണക്കാക്കുന്ന, നമ്മുടെ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു MLA ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ മറുഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടി PDPയുമായിട്ടാണ് സഖ്യം. PDPയെ കുറിച്ച് പണ്ടെന്താ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം പറഞ്ഞത്? PDP ഒരു തീവ്രവാദ സംഘടനയാണ്, അവരെ പിടിച്ച് തമിഴ്നാട് പോലീസിനെ ഏൽപ്പിച്ചത് അഭിമാനകരമായ നേട്ടമായിട്ടാണ് മുൻ മുഖ്യമന്ത്രി EK നായനാർ അടക്കം പറഞ്ഞത്. അവർക്ക് എപ്പോൾ മാറ്റം വന്നത്? ഇപ്പൊ ഗോവിന്ദൻ മാഷ് പറഞ്ഞു PDP ഇപ്പം നല്ലതാണ്. അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് സതീശൻ പറഞ്ഞു ഇപ്പം ജമാഅത്ത് ഇസ്ലാമി നല്ല സംഘടന. പക്ഷെ ഈ ദേശവിരുദ്ധ സംഘടനയുമായിട്ടുള്ള രാഷ്ട്രീയ സഖ്യം വരാനിരിക്കുന്ന നാളുകളിൽ കേരളത്തിൽ ഗുരുതരമായ ഭവിഷ്യത്ത് ഉണ്ടാക്കുമെന്ന കാര്യം സംശയമില്ല. പക്ഷെ ഇതിനെതിരായിട്ട് ഈ ദേശവിരുദ്ധ സംഘടനകളുമായിട്ടുള്ള CPMന്റെയും കോൺഗ്രസിന്റെയും സഖ്യത്തിനും സഹകരണത്തിനെതിരായിട്ട് ഒരു ജനവികാരം ഉയരുന്നുണ്ട്. അത് BJPക്കും NDAക്കും അനുകൂലമാണ്. ഞങ്ങളിവിടെ ഉയർത്തിപ്പിടിക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയം. തീർച്ചയായും നന്ദി ശ്രീ കൃഷ്ണദാസ്. അദ്ദേഹം നടത്തത്തിന്റെ തിരക്കിലാണ്. നമുക്ക് ഇനി നമ്മുടെ വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരണം. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പിന്തുണ UDFൽ ലഭിക്കേണ്ട സുന്നി വിഭാഗം വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്നാണ് സമസ്തയിലെ ഒരു വിഭാഗം പറയുന്നത്. കാലങ്ങളായി മുസ്ലിം ലീഗിന് കരുത്തായി നിൽക്കുന്ന EK സുന്നി വിഭാഗത്തിലെ ഭിന്നത UDF വോട്ടുകളെ ബാധിക്കുമെന്നും അവർ അവകാശപ്പെടുന്നു. നമ്മളോട് അവർ അനുമോദനോട് സംസാരിച്ചിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ. പക്ഷേ ലീഗ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത്തരം സാമുദായിക സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചാലും അത് UDFന്റെ സാധ്യതകളെ ബാധിക്കില്ലെന്നും ലീഗിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ ഒരു വിള്ളലും ഉണ്ടാകില്ലെന്നും ലീഗും അവകാശപ്പെടുന്നു. നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും രാഷ്ട്രീയം അംഗീകരിക്കുന്നവരല്ല സുന്നി വിഭാഗത്തിലെ വലിയൊരു ശതമാനം. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം പരസ്യമായി രംഗത്തുവന്നു. ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ 10 ഇരട്ടി വോട്ടുകൾ EK AP വിഭാഗം സമസ്തകൾക്ക് ഉണ്ടെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന നിലപാട് തെരഞ്ഞെടുപ്പിൽ UDFന് എത്രമാത്രം തിരിച്ചടിയാകുമെന്ന് പറയാൻ ആകില്ലെന്നും സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSF മലപ്പുറം ഉപാധ്യക്ഷൻ നാസർ കരുളായി ന്യൂസ് 18നോട് പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ വിരളമായ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. എന്നാൽ സുന്നി എന്ന് പറയുന്ന വോട്ട് നല്ല ഒരു വോളിയം, അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തമ്മിൽ തുലനം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയൊരു വോളിയം വോട്ട് തന്നെ ഇവിടെ സുന്നി വിഭാഗത്തിനുണ്ട്. ഏകദേശം ഒരു 25,000-30,000 വോട്ട് ആ ഒരു രൂപത്തിൽ, ഞങ്ങളതിന് റേഞ്ച് എന്ന് പറയുന്ന രീതിയിലാണ് ശരിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാറുള്ളത്.
കാലങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന AP വിഭാഗം സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നില്ല. സുന്നി വിഭാഗത്തിലെ വോട്ടുകൾ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടില്ലെന്ന് EK വിഭാഗം യുവജന സംഘടന SYSന്റെ നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് സഫുവാൻ അസ്ഹരിയും പറയുന്നു. വിജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പറ്റുന്ന ശക്തി തന്നെയാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ AP വിഭാഗം എന്നതും അതുപോലെ സുന്നികൾ മൊത്തത്തിൽ എല്ലാ വിഭാഗവും. ആ ശക്തി സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ അത് ആ വോട്ട് വീഴുന്നിടത്ത് സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. എന്നാൽ എക്കാലവും ലീഗിനൊപ്പം നിൽക്കുന്ന സാമുദായിക സംഘടനകൾ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷ. സാമുദായിക സംഘടനകളുടെ നിലപാട് UDFന്റെ വിജയത്തെ തടയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം വ്യക്തമാക്കി. വിജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പറ്റുന്ന ശക്തി തന്നെയാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ AP വിഭാഗം എന്നതും അതുപോലെ സുന്നികൾ മൊത്തത്തിൽ എല്ലാ വിഭാഗവും. ആ ശക്തി സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ അത് ആ വോട്ട് വീഴുന്നിടത്ത് സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. 2000-നും 3000-നും ഇടയിലാണ് വെൽഫെയർ പാർട്ടിയുടെ നിലമ്പൂരിലെ വോട്ടുകൾ. EK AP വിഭാഗങ്ങൾക്ക് 40,000-നും 50,000-നും ഇടയിൽ വോട്ടുകൾ മണ്ഡലത്തിൽ ഉണ്ടെന്ന് അവരും അവകാശപ്പെടുന്നു. UDFനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വൈകാരിക വിഷയമായി മാറിയാൽ സുന്നി വിഭാഗത്തിൽ നിന്നുള്ള UDF അനുകൂല വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. CV അനുമോദ്, News 18, നിലമ്പൂർ.